ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കുംഭകർണനെ ഉണർത്താൻ വേണ്ടി ലങ്കാപുരിലെ സൈന്യം ആനകളെ കൊണ്ട് ചവിട്ടിക്കുകയും കാഹളം മുറുക്കുകയും ചെയ്തിട്ടുള്ള കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്നാൽ ഇന്നത്തെ കുറച്ച് മാരക ടെക്നോളജിയുമായി നിങ്ങൾ അവിടെ ചെന്നാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ കുംഭകർണനെ ഉണർത്തുമോ അതോ കുംഭകർണൻ നിങ്ങളെ തല്ലിക്കൊല്ലുമോ? നിങ്ങൾ അങ്ങോട്ട് ചെന്ന പാടെ ആനകളെ മാറ്റി നിർത്തി നിങ്ങൾ ആ 1000 വാട്ട്സ് വരുന്ന വലിയ സ്പീക്കർ കുംഭകർണൻ്റെ ചെവിക്കടുത്ത് വെക്കുന്നു. എന്നിട്ടൊരു ഹെവി ബേസ് ഉള്ള ഒരു തമാശ പാട്ട് അല്ലെങ്കിൽ ഒരു ഐറ്റം ഡാൻസ് പാട്ട് ഫുൾ വോളത്തിൽ ഇട്ടാൽ സീൻ അങ്ങോട്ട് മാറും. ആ ഭീമൻ ചെവിക്കുള്ളിൽ ബേസ് അടിക്കുമ്പോൾ കുംഭകർണൻ വിചാരിക്കും ലങ്കയിൽ ഭൂമി കുലുക്കം തുടങ്ങിയെന്ന്. സ്പീക്കർ ഫുൾ വോളത്തിൽ വെച്ചിട്ടും കുംഭകർണൻ എഴുന്നേൽക്കുന്നില്ലെങ്കിൽ നമുക്ക് വേറൊരു ടെക്നിക്ക് ഉപയോഗിക്കാം. കുംഭകർണൻ്റെ തലയ്ക്കകത്ത് മാത്രം കേൾക്കുന്ന രീതിയിൽ നമ്മൾ ബോൺ കണ്ടക്ഷൻ സ്പീക്കറുകൾ ഉപയോഗിക്കുന്നു. കുംഭകർണൻ കിടക്കുന്ന ആ തറയിലൂടെ ശബ്ദ തരംഗങ്ങൾ നേരിട്ട് തലച്ചോറിലേക്ക് എത്തുമ്പോൾ ലങ്ക മൊത്തം ഇടിഞ്ഞു വീഴുകയാണെന്ന് പുള്ളിക്ക് തോന്നും. കൂർക്കം വലി നിർത്തി കുംഭകർണൻ പതുക്കെ കണ്ണ് തുറന്നു. കുംഭകർണൻ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഇനി ഉറങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ വേറൊരു ടെക്നിക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കൊട്ടാരത്തിൻ്റെ വലിയ സ്ക്രീനിൽ വലിയ പ്രൊജക്ടർ കൊണ്ടുവന്നിട്ട് നമ്മൾ അവിടെ വീഡിയോ പ്രദർശിപ്പിക്കാൻ തുടങ്ങി. ആ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് കുംഭകർണൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ, വലിയ ചിക്കൻ കാലും മലയോളം വലിപ്പമുള്ള വലിയ വലിയ ലഡുകളും അങ്ങനെ ഇഷ്ടം പോലുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കുംഭകർണനെ കാണിക്കുമ്പോൾ കുംഭകർണൻ ആ വീഡിയോ കണ്ട് അതിൽ ലയിച്ചു പോകുന്നു. യൂട്യൂബ് വീഡിയോയും യൂട്യൂബ് ഷോർട്സൊക്കെ കണ്ട് കുംഭകർണൻ കുടുകുടാന്ന് ചിരിക്കുന്നു. ഇത് കണ്ട് കലി പൂണ്ട് രാവണൻ ഇങ്ങനെ പറയുന്നു, കുംഭകർണ വാ, യുദ്ധത്തിന് പോകാൻ സമയമായി. ഇത് കേട്ട് കുംഭകർണൻ ഇങ്ങനെ, രാവണ നീ ഇങ്ങോട്ട് വാ, എന്തിനാ യുദ്ധമൊക്കെ, നമുക്ക് സമാധാനമല്ലേ മുഖ്യം. ഇത് കേട്ട രാവണൻ നിങ്ങളെ ദേഷ്യത്തോടെ നോക്കുന്നു. പിന്നീട് നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത് പ്രവചിക്കാൻ പോലും പറ്റില്ല.